ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു വെടിക്കെട്ട് പ്രോമോ വന്നിട്ടുണ്ട്. 6 വൈൽഡ് കാർഡുകൾ കോമണർ നന്ദന, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ, അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്, പിന്നെ സിബിൻ ബെഞ്ചമിൻ. ഇവരുടെ പേരുകൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇവരാണ് ഇന്ന് ഹൗസിലേക്ക് കയറാൻ പോകുന്ന വൈൽഡ് കാർഡ് എൻട്രീസ്. ഇവര് ചെന്ന് കയറിയ പാടെ ലാലേട്ടൻ ഇവരെ കൊണ്ട് ഒരു ടാസ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ടാർഗറ്റ് ചെയ്യാൻ പോകുന്നവരുടെ കട്ടൗട്ടിന് പൂമാല ഇടിപ്പിക്കണം. അത് സ്റ്റേജിൽ വെച്ച് തന്നെ ലാലേട്ടൻ ചെയ്യിപ്പിക്കുന്ന ടാസ്ക് ആണ് കേട്ടോ. ഓഡിയൻസിന്റെ പൾസ് ഇറങ്ങിയ മിടുക്കന്മാരെല്ലാവരും ഋഷി, അർജുൻ, അതേപോലെ ഗബ്രി ഇവർക്കാണ് പൂമാല കൊടുത്തിട്ടുള്ളത്. ഇവരുടെ കട്ടൗട്ടിനാണ് പൂമാല ഇടുന്നത്. നന്ദന എന്ന് പറഞ്ഞ ഒരു കോമണർ പെൺകുട്ടി, പുള്ളിക്കാരിയാണ് ജിൻഡോയുടെ കട്ടൗട്ടിന് ആ ഒരു പൂമാല ഇടുന്നത്. നമ്മുടെ സീക്രട്ട് ഏജന്റ് ആൾക്ക് കാഞ്ഞ ബുദ്ധിയാണ്, പുള്ളി ഗബ്രിയുടെ കട്ടൗട്ടിനാണ് പൂമാല കൊടുക്കുന്നത്. ഈ ടാസ്ക് സീസൺ 4 റിയാസ് ഒക്കെ കയറുന്നതിന് മുമ്പായിട്ട് കൊടുത്ത അതേ സെയിം ടാസ്ക് ആണ്. എനിക്ക് ഓർമ്മ വന്നു ഈ ഒരു പ്രോമോ കണ്ടപ്പോ. അതിൽ റിയാസ് റോബിന്റെ കട്ടൗട്ടിന് ഇതേപോലെ പൂമാല ഇട്ടു, അതിനകത്തേക്ക് കയറി. പിന്നെ നടന്നത് ചരിത്രം. അതുപോലുള്ള കുറച്ച് ചരിത്ര നിമിഷങ്ങളായിരിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡിലെ ഈ മൊമെന്റ്സ്. പരമാവധി ഗെയിം ചേഞ്ചിങ് നടത്തി പരമാവധി പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ ഇവരിൽ ആർക്കെങ്കിലും ഒക്കെ സാധിക്കും. കാരണം അത്രയും നന്നായിട്ട് നോക്കിയാണ് ഇത്തവണത്തെ സെലക്ഷൻസ് നടന്നിരിക്കുന്നത്, അല്ലാതെ കഴിഞ്ഞ സീസണിന്റെ പോലെയല്ല. പിന്നെ പരമാവധി കഴിഞ്ഞ സീസണിലെ വൈൽഡ് കാർഡുകളെ പോലെ പഴം പുഴുങ്ങിയ ജീവിതങ്ങളാവാതിരുന്നാൽ തന്നെ ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടും. ആ രീതിയിലുള്ള ഒരു സീസൺ തന്നെയാണ് ഇത്. മാറ്റിപ്പിടിക്കലിന്റെ സീസണാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു പൊളി പൊളിക്കും. BB മലയാളത്തിന്റെ ചരിത്രത്തിലെ ദ ബെസ്റ്റ് എപ്പിസോഡായി മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീലോഞ്ചിങ് ആണ് 5ാമത്തെ ആഴ്ച നടക്കാൻ പോകുന്നത്. ഒരു സീസണിലും ഇങ്ങനെ ഒരു റീലോഞ്ചിങ് നടന്നിട്ടുണ്ടാവില്ല 5ാമത്തെ ആഴ്ചയൊക്കെ. കാത്തിരിക്കാം ഇന്നത്തെ ലാലേട്ടന്റെ ഗെയിം ചേഞ്ചിങ് എപ്പിസോഡിനായിട്ട്. കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.